പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 1 മുതൽ 5 വരെയും 10ഉം 11ഉം തിരുവചനങ്ങൾ. അക്കാലത്ത് ശിഷ്യന്മാർ യേശുവിനെ സമീപിച്ച് ചോദിച്ചു, സ്വർഗരാജ്യത്തിൽ വലിയവൻ ആരാണ്? യേശു ഒരു ശിശുവിനെ വിളിച്ച് അവരുടെ മധ്യം നിർത്തിക്കൊണ്ട് അരുൾ ചെയ്തു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ട ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ. ഇതുപോലുള്ള ഒരു ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. ചെറിയവരിൽ ആരെയും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക. സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുഖം എപ്പോഴും ദർശിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ വചനഭാഗത്തിലൂടെ യേശു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മൾക്കെല്ലാവർക്കും ദൂതന്മാർ ഉണ്ട്, കാവൽ ദൂതന്മാരുണ്ട്. ഇന്ന് തിരുസഭ കാവൽ മാലാഖമാരുടെ തിരുനാൾ ആഘോഷിക്കുന്നത് കൊണ്ട് നമ്മുടെ കാവൽ മാലാഖമാരോട് നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം. അവർ നമ്മുടെ ഓരോ നന്മ പ്രവർത്തനം കൂടെ നിൽക്കുന്നുണ്ട്, നമ്മളെ കൊണ്ട് നന്മ ചെയ്യിപ്പിക്കുന്നുണ്ട്, നമ്മളെ എല്ലാവിധ വിപത്തുകളിൽ നിന്നും കാത്തുരക്ഷിക്കുന്നുണ്ട്. നമ്മുടെ കാവൽ മാലാഖമാരെ നമ്മൾക്ക് സ്നേഹിക്കാം, അവരെ വേദനിപ്പിക്കാതെ. കാരണം നമ്മൾക്ക് വേണ്ടി എപ്പോഴും സ്വർഗത്തിൽ ദൈവസന്നിധിയിൽ അവർ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മളും മറ്റുള്ളവർക്ക് കാവൽ മാലാഖമാരാകാം, മറ്റുള്ളവരെ സഹായിക്കാം, മറ്റുള്ളവരെ രക്ഷിക്കാം, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതിനായിട്ടുള്ള കൃപാവരങ്ങൾ പിതാവായ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.